പോകുന്നത് രാമായണത്തിലെ വനവാസത്തിനെ കുറിച്ചാണ്. അയോധ്യയുടെ രാജാവായി രാമനെ വാഴിക്കാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. ഇതറിഞ്ഞ ജനങ്ങളെല്ലാം ഉത്സവനഗരിയിൽ ഇളകി മറിഞ്ഞു. പിറ്റേ ദിവസം തന്നെ പട്ടാഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഈ സമയത്ത് കൈകേയിയുടെ വളർത്തമ്മയായ മന്ദര കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു. രാമൻ രാജാവായാൽ രാമന്റെ മാതാവ് കൗസല്യയുടെ ദാസിയായി കഴിയേണ്ടി വരുമെന്ന് മന്ദര പറഞ്ഞു. പുത്രനായ ഭരതന് കൊട്ടാരത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് അവൾ വിചാരിച്ചു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ശമ്പരൻ എന്ന അസുരനായി പൊരുതിക്കൊണ്ടിരുന്നപ്പോൾ തേരിന്റെ ആണി ഇളകിപ്പോയി. അപ്പോൾ കൈകേയി വിരലിട്ട് ദശരഥന്റെ ജീവൻ രക്ഷിച്ചു. അസ്സലാമു അലൈക്കും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ആ കഥയുടെ പേരാണ് നബിയും പുള്ളിമാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അവിടുന്ന് ഒരു വീടിന്റെ മുൻപിലെത്തി. വീടിന്റെ മുറ്റത്ത് അകിടിൽ പാനിറഞ്ഞ ഒരു പുള്ളിമാനെ കെട്ടിയിട്ടിരിക്കുന്നു. പുള്ളിമാൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ 2 കുട്ടികൾ കാട്ടിൽ വിശന്നു പൊരിയുകയാണ്. ഞാൻ പോയി ആ കുട്ടികൾക്ക് പാൽ കൊടുത്തു വരാം. അങ്ങ് ജാമ്യം നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനിനെ അഴിച്ചുവിടാൻ പറഞ്ഞു. ആ സാധുമൃഗം കാട്ടിലേക്ക് ഓടിപ്പോയി കുട്ടികൾക്ക് പാൽ കൊടുത്തതിനു ശേഷം തിരിച്ചു വന്നു. ദയാലുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരനിൽ നിന്ന് മാനിനെ വാങ്ങി കാട്ടിലേക്ക് തന്നെ വിട്ടയച്ചു. A long time ago, Jesus was at home teaching his disciples. His small house filled to the brim. So 4 men made their way to Jesus' home. They were carried a paralyzed friend with them. There was no way to reach Jesus. But the friends had faith in Jesus. So they climbed onto the roof, cut a hole in it, and lowered the friend towards Jesus. Jesus was touched by the faith of this man. He looked at the paralyzed man and said, "Arise and go home." The man jumped with joy. കൃഷ്ണനും കുചേലനും. കൃഷ്ണന്റെ വലിയ കൂട്ടുകാരനായിരുന്നു കുചേലൻ. കുചേലൻ ഒരു പാവപ്പെട്ടവനായിരുന്നു. അപ്പൊ ഒരു പിടി അവിലെടുത്ത് കുചേലൻ കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. അപ്പൊ പോയിട്ട് ദൂരെ നിന്ന് കുചേലൻ മണ്ണുകൊണ്ട് കൃഷ്ണൻ കുചേലനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പദങ്ങളൊക്കെ കലക്കി പൂജിച്ച്, അന്ന് എനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയാൻ, അവിലാണ് കൊണ്ടുവന്നിരിക്കുന്നതും പറയാൻ വിഷമായി. ഒത്തിരി മടിയാണ് കുചേലന്. അപ്പഴ് പറഞ്ഞു അത് കുചേലന്റെ അതിന് തട്ടിപ്പറിച്ചു. എന്നിട്ട് തട്ടിപ്പറിച്ചിട്ട് അതൊരു പിടി കഴിച്ചു. തന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടൊന്നും പറയാതെ വീട്ടിലേക്ക് പോയപ്പോ എന്താണ് കണ്ടത്? ചെറിയ വീടിലേക്ക് വലിയ വീടും തന്നെ സമൃദ്ധി കൊട്ടാരം ഒക്കെ കണ്ടു. ഒരു ദിവസം യേശു യെരിഹോയിൽ നിന്ന് യാത്ര ചെയ്തു. എല്ലാരും യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. വഴിയരികെ തിമൈന്റെ മകനായ ബർത്തിമാൻ, ചേട്ടാ ചേച്ചി കണ്ണ് കാണാത്തവരെ തിരഞ്ഞ് ചിലര് കൊടുത്തു, ചിലര് കൊടുത്തില്ല. യേശു എന്നെ കേട്ടിട്ട്, ദാവീദ് പുത്ര യേശുവേ എന്നെ കരുണത്തോണെന്ന് ഉറക്കെ വിളിച്ചു. എല്ലാരും പറഞ്ഞു മിണ്ടാണ്ടിക്കാൻ. വേറൊന്നും വേണ്ട റബി, എനിക്ക് കാഴ്ച ശക്തി മതി. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പണ്ട് ബനൂ ഇസ്രായേൽ ഒരു സ്ത്രീ മരണപ്പെട്ടു. ഖബറടക്കത്തിനിടെ അവളുടെ സഹോദരന്റെ പണക്കിഴി അതിൽ വീണു. സഹോദരൻ മണ്ണു മാറ്റാൻ തുടങ്ങി. അപ്പോൾ അതാ സഹോദരിയുടെ
കബറിൽ തീ ആളിക്കത്തുന്നു. വീട്ടിലേക്ക് ഓടിപ്പോയി ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്താണ് എന്റെ സഹോദരിയുടെ കബറിൽ തീ ആളിക്കത്തുന്നത്? ഉമ്മ, നിന്റെ സഹോദരി നിസ്കാരം നിസ്സാരമാക്കിയോളും അതിനെ കളിയാക്കിയോളുമാണ്. പണ്ട് കേരളം ഭരിച്ചിരുന്ന നീതിമാനായ ചക്രവർത്തിയായിരുന്ന മഹാബലി. അദ്ദേഹം തന്റെ പ്രജകളെ സ്നേഹിച്ചു. പ്രജകൾ അദ്ദേഹത്തിനെ സ്നേഹിച്ചു. ക്ഷമയോ ചതയോ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സുഖവും സന്തോഷവും മാത്രം. മഹാബലിയുടെ സദ്ഭരണം കാരണം ദേവലോകത്തെ ദേവന്മാർക്ക് അസുഖമുണ്ടാക്കി. ദേവന്മാർ സങ്കടം പറഞ്ഞു. വാമൻ ഭൂമി ലോകം കൈയടക്കുന്നു എന്ന് ഭയപ്പെട്ടു. വിഷ്ണു വാമന്റെ വേഷത്തിൽ വന്നു. മഹാബലിയോട് ചോദിച്ചു. മഹാവിഷ്ണു ഭൂമി മൊത്തം ഭൂമി മൊത്തം വളർന്നു. ആകാശം മുട്ടേ വളർന്നു. Hello, I am telling the story of dedication of Ekalavya. Ekalavya was a young boy, lived the tribe, lived inside the forest. His aim in life was to become the finest archer in the world. He wants to become a student of Guru Dronacharya, and he asked about it. He was refused. Due to lost chances of his birth, despite this, Ekalavya created the statue of Guru Dronacharya and practiced archery in every day in front of it. Soon he became master killer archer. One day, Guru learned about it. He was afraid that tribal boy would so fast. He best student archer, so we called Ekalavya and asked him to donate that his right thumb has Guru Darshana to Guru Dronacharya. പണ്ടു കേരളം ഭരിച്ചിരുന്ന നീതിമാനായ ചക്രവർത്തിയായിരുന്നു മഹാബലി. അദ്ദേഹം തന്റെ പ്രജകളെ ജീവനു തുല്യം സ്നേഹിച്ചിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ആ കാലത്ത് കള്ളമോ ചതിയുമോ ഇല്ലായിരുന്നു. എല്ലാവർക്കും സുഖവും സന്തോഷവുമായിരുന്നു. മഹാബലിയുടെ സദ്ഭരണം ദേവന്മാരെ അസൂയപ്പെടുത്തി. ദേവലോകം കൂടെ പിടിച്ചെടുക്കുമോ എന്നവർ ഭയപ്പെട്ടു. മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. മഹാവിഷ്ണു വാമന വേഷം ധരിച്ച് മഹാബലിയുടെ അടുത്ത് ചെന്ന് 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. മഹാബലി സന്തോഷത്തോടെ സമ്മതിച്ചു. വാമനൻ ആകാശമുട്ടാകെ വളർന്നു. 1-ാമത്തെ അടി വെച്ച് ഭൂമിയും 2-ാമത്തെ അടി വെച്ച് സ്വർഗവും അളന്നു തീർന്നു. 3-ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ മഹാബലി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. വാമനൻ മഹാബലിയുടെ ശിരസിൽ കാലുവെച്ച് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനായി മഹാബലിക്ക് അനുവാദം
and tasty ghee rice. Let's start. Now let's see the ingredients. 2 cup of keema rice, 2 tablespoon ghee, some cashew nuts, salt, some garam masala, chopped coriander leaves, chopped carrots, chopped onion and vegetable oil. Finally 4 cup of water. Now let's start cooking. Add oil. Add cashew nuts. After roasting cashew nuts, let's put garam masala. Add onion. Add chopped carrot. Add 4 cup of water. Add some salt. 1 tablespoon lemon juice. Let the water boil. Add the rice and cook it. Let's cover it. Wait it for 5 minutes. Cook it on low flame. Ghee rice is almost ready. Let's put coriander leaves. Let's put fried onion. Let's put roasted cashew nuts. Now finally, let's put ghee. Let's cover with lid. Leave it for 5 minutes. Finally, our ghee rice is ready. I am Manjira Gates. Second C. ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. ഓലന് വേണ്ട സാധനങ്ങൾ പയർ, പിന്നെ കുമ്പളങ്ങ, പിന്നെ മത്തങ്ങ, പിന്നെ നാളികേരപ്പം. ഇവിടെ 2 പാൽ ഒഴിച്ച് കഷ്ണങ്ങളും പയറും ഒക്കെ ഇട്ട് വേവിക്കുക. ഇതുപോലെ പാകമായ ശേഷം അടുപ്പിൽ നിന്നും എടുത്തു വെക്കുക. ഇനിയോടി 1 പാൽ ഒഴിച്ച് ഇത് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിക്കുന്നു. ഹായ്, എൻ്റെ പേര് ആദിത്യ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വട്ടപ്പണയിൽ ഇത്ര സാധനങ്ങളാണ് ആവശ്യം. ഒരു 2 നാടി അരി വെള്ളത്തിലിട്ട് കുതിർത്തത്, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ 1/2 ഗ്ലാസ് ചോറ്, ഇനി ഉപ്പ് ആവശ്യത്തിന്, പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിതൊക്കെ കൂടെ അരച്ചെടുക്കാൻ പോവാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവല് പായസമാണ്. അതിന് വേണ്ട ചേരുവകൾ: അവല് വറുത്തത്, കട്ടി തേങ്ങാപ്പാൽ, ഏലക്കയും ജീരകവും പഞ്ചസാരയും പൊടിച്ചത്, തേങ്ങ നെയ്യിൽ വറുത്തത്. പിന്നെ വേണ്ടത് ശർക്കര. അവല് നല്ലോണം ചൂടായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സായി തിള വന്നു. പായസം നല്ലോണം തിള വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പായസം റെഡിയായി. ഹായ്, വെൽക്കം മൈ കുക്ക് ഷോ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതാണ് ചിക്കൻ ബിരിയാണി. ഇനി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇത് റൈസാണ്, ബിരിയാണി റൈസ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ചിക്കൻ ഫ്രൈ, ഇത് പിന്നെ എസൻസ്, ഇത് നെയ്യ്, പിന്നെ ഇത് RKG, ഇത് ആവശ്യത്തിനുള്ള വെള്ളം, ഇത് തക്കാളി, ഇത് സബോള, ഇത് സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരി, പിന്നെ ഇത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെയ്തിട്ടുള്ള പേസ്റ്റാണ്. പിന്നെ ഇത് മല്ലിപ്പൊടി, പിന്നെ ഇത് ഗരം മസാലപ്പൊടി, പിന്നെ ഇത് മസാലക്കൂട്ട്, പിന്നെ ഇത് ക്യാരറ്റ്, പിന്നെ ഇത് മുളക് പൊടി, ഇത് ചിക്കൻ മസാലപ്പൊടി, ഇത് കുരുമുളക്, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഉപ്പിക്കല്ല്, പിന്നെ ഇത് തൈര്. അപ്പോൾ ഞാനിവിടെ മസാലക്കൂട്ടും നെയ്യും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചൂടാകുമ്പോൾ പേസ്റ്റ് ഇടാം. അപ്പോൾ ഇത് ചൂടായി വരുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് ഇടാം. അപ്പോൾ നമ്മൾ റൈസ് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ നമ്മൾ മസാല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. അപ്പോൾ നമ്മളെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക്
ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് ഇടുക, തേങ്ങ ഇടുക, ചെറുനാരങ്ങയും നീരിട്ട് കൊടുക്കുക. ഇനി നമ്മൾ മൂടി വെക്കുക. അപ്പൊ നമ്മുടെ ഗാർണിഷിങ്ങിനായിട്ട് വിഭവമാണ് വട്ടയപ്പം. വട്ടയപ്പത്തിനുള്ള ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾക്ക് ഇനി നോക്കാം. പച്ചരി, നാളികേരം, ഏലക്കായ, ചോറ്, കുറുക്ക്, പഞ്ചസാര, ഉപ്പ്. ഇനി നമ്മൾക്ക് ഇതെല്ലാം അരച്ചു കൊണ്ടുവരാം. നേരത്തെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കല്ല് കിട്ടാത്തതുകൊണ്ട് ഇതെല്ലാം ചേർത്തിരിക്കുന്നത് ഈസ്റ്റാണ്. നമ്മുടെ അരച്ച മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിക്കാൻ 7 മണിക്കൂർ മാറ്റി വെക്കാം. നമ്മുടെ പുളിക്കാൻ വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാൻ പോയാലോ? വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു കിണ്ണത്തിൽ മാവ് ഇട്ടിട്ട് ചൂടാക്കാൻ വെക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് മുറിച്ച് കഴിച്ചു നോക്കിയാലോ? അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസം. അതിന്റെ പേരാണ് ഓട്സ് ചോക്ലേറ്റ് പായസം. നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. ഇനി നമ്മള് ഒരു പാൻ വെച്ചുകൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. കിസ്മിസും ഇതൊക്കെ ഇത് കാഷ്യൂ നമുക്ക് ഇതിലിട്ടിട്ടുണ്ട്. ഇതിൽ ഇട്ട് കഴിഞ്ഞു. നല്ല രസമായ നല്ല ടേസ്റ്റി ആയ ഓട്സ് ചോക്ലേറ്റ് പായസം റെഡിയായി. വെള്ളം തിളക്കാറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കട്ടെ. നമുക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പൊ നമ്മളുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരിയാം. അതിലേക്ക് സബ്ജൂസ് വന്നിട്ടുണ്ട്. നമുക്ക് സവാള ചേർക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുരുമുളക് ചേർക്കാം. ഗരം മസാല പൗഡർ ചേർക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറ് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ചിക്കന്റെ മുകളിൽ ബാക്കിയുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചോറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിന് ചെറിയ തീയില് നമുക്ക് തമ്മിടാം. അപ്പൊ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയി. ശേഷം ചോക്ലേറ്റ് പൗഡർ പായസം വെച്ച് ചേർക്കാറായി. നമ്മുടെ പായസം ആയിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഫുൾ ടൈം ഇളക്കണം. ബ്രൗൺ കളർ ആവണല്ലോ. നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. ഇന്ന് ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതാണ് ഉന്നക്കായ. 4 പഴം പുഴുങ്ങിയത്, സ്മാഷ് ആക്കിയത്, കുറച്ച് കാഷ്നട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറച്ച് കിസ്മിസ്, 1 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ ഗീ. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ഗീ വെച്ചിട്ട് പിന്നെ കുറച്ച് നട്ട്സ് ഇടാം. നമുക്ക് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കിസ്മിസ് ഇടാം.
ക്രിസ്മസ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. ഫ്ലേവറിന് ഏലക്കപ്പൊടി ഇടാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ലൈറ്റ് ബ്രൗൺ ആയ സ്റ്റവ് ഓഫ് ആക്കും. പഴം ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഈ ഫില്ലിംഗ് ഇടുക. പഴത്തിന് ഉന്നക്കായ ഷേപ്പിലാക്കാം. ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ഉന്നക്കായ റെഡി. റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണേ. റെസിപ്പി അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ബൗളിലേക്ക് മാറ്റാം. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈസ്റ്റ്, ഇത് ചോറ്, ഇത് പഞ്ചസാര, ഇത് ഉപ്പ്, ഇത് അരമുറി തേങ്ങ. അപ്പൊ ഇതിന്റെ വെളുത്ത ഭാഗം നമ്മൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ അപ്പത്തിന്റെ കണ്ടുണ്ടാവില്ല. അപ്പൊ ഇത് നമുക്ക് ഈ തേങ്ങ മിക്സ് ചെയ്ത് വെച്ചാൽ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ മൂടി വെക്കാം. സന്ധ്യ സമയത്ത് ഈ നാമം ജപിക്കാൻ ഈ കുട്ടികളൊക്കെ എവിടെയാ? ശിവ ശിവ ഈ നരകപ്പീനെ കരകേറ്റിട. ഓ നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. ഈ കൊറോണ എന്ന മഹാമാരിയെ മാറ്റിത്തരണം എന്റെ നാരായണ. ഓം നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. സുബ്ഹാനല്ലാഹ്. മൂസക്ക വെരി 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 നല്ല പെടക്കണായിട്ടുണ്ട്. ഇതൊന്നും മേടിച്ചല്ലേ. നിങ്ങൾ കൽബിനൊരു പാട്ട് വരും. നെഞ്ചിന്റെ ഉള്ളിൽ നീയാണ് അയില, കൽബിനുള്ളിൽ ഇജ്ജാണ് അയില. ചട്ടിയിലായാല I found a love
പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ എല്ലാവരും അവളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, മകളായിട്ട് കഴിയണം. പഞ്ചുള്ളമാരന്റെ നെഞ്ചിൽ എനിക്കൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ? നിക്കാഹിൻ പന്തലിൽ ഒപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ? പഞ്ചുള്ളമാരന്റെ നെഞ്ചിൽ എനിക്കൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ? എന്റെ നെഞ്ചിൽ എനിക്കൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ? നിക്കാഹിൻ പന്തലിൽ ഒപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ? പഞ്ചുള്ളമാരന്റെ നെഞ്ചിൽ എനിക്കൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ? നിക്കാഹി മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്തരാവ് ഇന്നാണ്. മാറിന്റെ കരളില് കുളിരു പകരണ നിക്കാഹരാവ് ഇന്നാണ്. മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്തരാവ് ഇന്നാണ്. മാറിന്റെ കരളില് കുളിരു പകരണ നിക്കാഹരാവ് ഇന്നാണ്. മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്തരാവ് जरा अर्जियां मैं मांगता हूँ मेरे खुदा से तेरी, सुन जरा ख्वाब मेरे नींद में भी करते हैं बातें तेरी, 100 बार खुदा से मांगा है. Wake me up. I need to breathe again. I need a ராதா ரகசியம் மதுரை மடியினில் ராதா ரகசியம் மதுரை மடியினில் ராதா ரகசியம் காதல் கண்ணனில் ராதா ரகசியம் വരവായി തോഴി വധുവായി വരലക്ഷ്മി പോലെ വരവായി വരവായി തോഴി വധുവായി വരലക്ഷ്മി പോലെ വരവായി കാർക്കൂന്തൽ കോരി അണിമുല്ലച്ചൂടി അണിവേണിയാളി നീ വരവായി വരവായി തോഴി വധുവായി വരലക്ഷ്മി പോലെ നമസ്കാരം. എൻ്റെ കല്യാണമാണ്. എല്ലാവരുടെ വാർത്തനും അനുഗ്രഹവും ഉണ്ടാവണം. Good morning all. Today I am going to speak about religion festivals. India is known as the land of festivals. People of the different religions celebrate different festivals. Festivals fill our lives with colors and enthusiasm. Some of the most prominent festivals are Diwali, Eid ul-Fitr, Christmas, Guru Purab and many more. Eid ul-Fitr is an Islamic festival. It is also called as the festival of breaking the fast. Christmas is most important festival for Christians. It is celebrated on 25th December and it marks the birth of Jesus Christ. Diwali is the festival of lights. All festivals represents the spirit of Indian culture. I love my India. Jai Hind. Dashing through the snow
in a one-horse open sleigh. O'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank, misfortune seemed his lot. He got into a drifted bank, and we got upset. Jingle bells, jingle all the way. Oh, what fun. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun! In many circles, it is easily visible to see religion and human rights taking two different stands. But it is not so. A bond is visibly possible between these. As freedom or individuals' beliefs in rightly gaining more attention, steps to promote this right need to be anchored in international standards. In fact, these has a broader range, though if considered in the correct view, they serve humanity a good fortune, at least in the future. As Martin Luther King said once in his famous speech, "Dream, dream, dream. Let's all together dream for a tomorrow where one's faith in religion is not under revealed oblivion. Dream for tomorrow where each one's life is dignified." In this occasion, I thank everyone, those who performed to make this happen. First of all, I thank God Almighty for providing everything. Next, I would like to thank our dear principal, Sister Sibi Chako, for her wonderful guidance and support. I thank our dear parents for making this program a successful one. Without your help, we teachers can't do anything. So I thank all the parents from the bottom of my heart. Thank you, my dear little ones. You are the pillar of this program. Thank you for your hard work. Last but not least, I would like to thank all my dear colleagues who performed well to make this program a wonderful one. Thank you, everyone.